നിന്റെ പെൺകുഞ്ഞിന് വിവാഹം നടക്കുമെന്ന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് നീ ആ ചെറായിന്ന് വന്നവൻ്റെ കൂടെ കയറി ഉറപ്പിക്കരുത്. അവൻ കഞ്ചാവാ. പിന്നെ നിന്റെ വീട്ടിൽ വന്നപ്പോൾ ആരാണ്ട് പറഞ്ഞു കൊടുത്താൽ താടിയൊക്കെ ഒന്നോട്ട് വെട്ടിയച്ച് ഒരുമാതിരി, ഇന്ന് നീ കഞ്ചാവ് അടിക്കരുത്, നീ പെണ്ണിനെ കാണാൻ പോവോ, ചെന്ന ഉടനെ പ്രൈസ്തലോടെ നിങ്ങൾ പറഞ്ഞേക്കണം. ഏതാ നല്ല ഓർത്ത് എനിക്കും ശ്വാസം മുട്ടില്ല, ഇനി അധികം നാളുണ്ടെന്ന് തോന്നുന്നില്ല, എന്നാൽ ഇവനുമായിട്ട് അങ്ങ് ഉറപ്പിക്കാം. കല്യാണം കഴിഞ്ഞ് 5-ാം പൊക്കം അവനായിട്ട് ബീച്ചിൻ്റെ അവിടെ ഒരു വെളിവില്ലാതെ. ഞാൻ ഉദാഹരണമായി പറഞ്ഞു തരുന്നു. ദൈവം പറയുന്ന അവധി വരെ കാത്തിരിക്കണം. അതിനിടയ്ക്ക് നിന്റെ കുറുക്കു വഴിയൊന്നും പാടില്ല. സ്തോത്രം. കറക്റ്റ് ടൈം ആകുമ്പം ദൈവം നിവർത്തിക്കും. കറക്റ്റ് ടൈമിൽ നിവർത്തിക്കും. ഈ മിസ്രയീമിൽ വെച്ച് വേണമെങ്കിൽ മിസ്രയീമിനെ ഒതുക്കി വെച്ച് മോശയെ രക്ഷിക്കാം. അവിടെ വെച്ച് തന്നെ ഇതിനെല്ലാം തട്ടിക്കളയാം. പക്ഷെ തട്ടിക്കളഞ്ഞത് വേറൊരു വാക്കുണ്ട്, അമോര്യരുടെ അതിക്രമം തികഞ്ഞിട്ടില്ല. അമോര്യരുടെ അതിക്രമം. അപ്പൊ ഇത് തികയുകയും ചെയ്യണം. ഇവനിത് ശരിയായി വന്ന് രണ്ടിനെയും കൂടെ ഒന്നിച്ച് ചെങ്കടലിൽ കൊണ്ട് അവധി വെച്ചിരിക്കുക. അതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും കുറുക്ക് വഴി നോക്കിയാലോ? അങ്ങനെ ഉൽപ്പത്തിലെടുത്തേക്കുന്ന അമോര്യരുടെ അതിക്രമം ഇതുവരെ. അപ്പൊ അത് തികയണമെങ്കിൽ കുറച്ച് വർഷവും കൂടെ. അത് മൊത്തം കണക്കെടുപ്പം 430 ആയപ്പോൾ ഇത് തികയുകയും ചെയ്തു. മറ്റവരെ വിടുവിക്കാനും ടൈമായി. സൂക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ട് നക്കരെ കയറ്റി മറ്റവനെ താത്തു. ദൈവം എല്ലാത്തിനും അവധി വെച്ചിട്ടുണ്ട്. പടിവാതൊക്കെ കിടന്ന മൊർദെഖായി റിപ്പോർട്ട് കൊടുത്തു. രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ 2 പേര് ഉണ്ടല്ലോ, 2 ഷണ്ണന്മാർ, ബിഗ്താനയും തേരസും. റിപ്പോർട്ടും ഒക്കെ കൊടുത്തു വെച്ചു. രാജാവ് അന്വേഷണ കമ്മീഷനെ വെച്ചപ്പോൾ ഇവന്മാർ കറക്റ്റാ, രാജാവിനെ തട്ടാനുള്ള പദ്ധതിയല്ല, അവരെ തട്ടി. പക്ഷെ ഈ റിപ്പോർട്ട് കൊടുത്ത മൊർദെഖായിക്ക് ഒരു ഗുണവും ചെയ്തില്ല. അവധിക്ക് വെച്ചേക്കുന്ന കേസാണ്. അത് അവധിയാ. മൊർദെഖായും കയറി ഉടക്കിയില്ല, മൊർദെഖായും താന്നിരുന്നു, ഒന്നും വേണ്ടിയില്ല. പടിവാതൊക്കെ കിടക്കുക. കറക്റ്റ് അവധി തികഞ്ഞപ്പം രാജാവിന് രാത്രി ഉറക്കം വരുന്നില്ല. ദൈവത്തിൻ്റെ പ്ലാനേ. പുള്ളി തിരിഞ്ഞു കിടന്നിട്ട് മറിഞ്ഞു കിടന്നിട്ട് ഒന്നും, പുള്ളി മട്ടിപ്പാവിൽ കൂടെ ഉലാത്തൊന്നും ഉറക്കം വരുന്നില്ല. പിന്നെ ഉറക്കത്തിൻ്റെ ഗുളിക ഉണ്ടല്ലോ, എന്തുവാ അതിന് പേരെന്നെ, ഉറക്കം സ്ലീപ്പിംഗ് അല്ല, അതിൻ്റെ പേരൊക്കെ പലതുണ്ട്. ഏതാ, അൽപ്രാക്സോ. അത് കഴിഞ്ഞിട്ടും പുള്ളിക്ക് ഉറക്കം വരുന്നില്ല. അപ്പോൾ പിന്നെ പട്ടമഹിഷി, എൻ്റെ ഭാഷ പട്ടമഹിഷി, ഒരു മുഴുത്ത പൂവമ്പഴവും 1 ഗ്ലാസ് പാലും കാച്ചി അതിനകത്ത് ലേശം മഞ്ഞപ്പൊടിയും കൂടിയിട്ട് തിരുമനസിന് എന്നിട്ടും ഉറക്കം വരുന്നില്ല. കാരണം ദൈവത്തിൻ്റെ അവധി നിറവേറാൻ പോവുക. എൻ്റെ ഭാവനയാണ്. അങ്ങനെ ഉറക്കം വരാതെ പുള്ളി തിരിഞ്ഞും മറിഞ്ഞ് പള്ളിമത്തേ കിടന്നിട്ടൊന്നും. അങ്ങനെ പുള്ളി ഉടനെ പറഞ്ഞ് ആരുണ്ടെന്ന് ചോദിച്ചോണ്ട് കൃത്യം വന്ന് ദിനവൃത്താന്ത പുസ്തകം ഇഞ്ഞെടുത്തോണ്ട് വരാൻ പെട്ടെന്നോടാണ്. അയാൾ ഇന്ന് വരെ അത് തുറന്നു നോക്കിയിട്ടില്ല. അയാൾ അങ്ങനെ നമ്മൾ ദിനവൃത്താന്ത പുസ്തകം, അതിന് ഡെയിലി ഡയറി, പുള്ളി ഇങ്ങനെ ഡെയിലി ഡയറി ഇങ്ങനെ മറിച്ച് ഒരു താളിൻ്റെ അവിടെ വന്നപ്പം സൂക്ഷിച്ചു നോക്കി. തന്നെ കയ്യേറ്റം ചെയ്യുവാൻ 2 ഷണ്ണന്മാരാകുന്ന ബിഗ്താനയും തേരസും സൂത്രങ്ങൾ മെനഞ്ഞു. അന്വേഷണ കമ്മീഷനെ വെച്ചപ്പോൾ അത് സത്യമെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ തൻ്റെ തല കളയുവാൻ പദ്ധതിയിട്ടവന്മാരുടെ തല കളയുകയും ഈ റിപ്പോർട്ട് ഇവിടെ സശ്രദ്ധം തക്ക സമയത്ത് അറിയിച്ച മൊർദെഖായി എന്ന യഹൂദൻ ഒപ്പ്. ബാക്കി പേജെല്ലാം വെറുതെ കിടക്കുക. അപ്പോൾ രാജാവ് ചിന്തിച്ചോടാ, ഈ ഗുണം ചെയ്തവൻ ഇതുവരെ തിരിച്ച് പ്രതിപകാരമൊന്നും, അവധി തികയുക. സ്തോത്രം. രാജാവ് അവിടെ ഡെയിലി ഡയറി മടക്കി വെച്ച് പറഞ്ഞു, ആരെവിടെ? അന്നേരം വാതൊക്കെ ഒരുത്തൻ നിൽക്കുക, ഹാമാൻ. അയാൾക്ക് ഉറക്കമില്ല. ഹാമാനും അവൻ രാത്രി കുരുക്കെല്ലാം 50 മുഴം ഉയരുള്ള കടുകുമെല്ലാം ഒരുക്കി വെച്ച്. എൻ്റെ ചിന്തയാ, ഒരു പെറ്റീഷൻ എഴുതി, രാജശ്രീ രാജ അങ്ങനെയൊക്കെ ആണല്ലോ, നീണാൾ
അവിടുന്ന് എനിക്ക് പദവിയും ഉന്നത പദവിയും ബഹുമാനവും ആദരവും ഒക്കെ തന്നു. ഞാനതിൽ സന്തുഷ്ടനാണ്. എന്നാൽ എന്നെ കൂടെ കൂടെ മാനസികമായി പ്രയാസപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട്. തിരുമനസ് അറിയേണ്ടതിന് നമ്മുടെ കൊട്ടാരത്തിൻ്റെ വാതുക്കൽ കിടക്കുന്ന പെന്തിക്കോസുകാരനാകുന്ന മൊർദെഖായി, അവനൊരു കായിയാണ്. അവൻ എല്ലാവരും എന്നെ കാണുമ്പോൾ എഴുന്നേക്കുകയും വണങ്ങുകയും നമസ്കരിക്കുന്നു. ഇവൻ വണങ്ങുന്നില്ല, നമസ്കരിക്കുന്നുമില്ല. എന്നെ യാതൊരു ബഹുമാനവും ഇവന് ഇല്ല. ഈ വിഷയത്തിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. ആകയാൽ അവനെ എങ്ങനെയെങ്കിലും നമുക്ക് തീർക്കണം. അതുകൊണ്ട് രാജാവ് തിരുവുള്ള ഉണ്ടായി അവനെ തൂക്കിലേറ്റണം. രാജാവിനെ തൂക്കുമരം അന്വേഷിച്ച് നടക്കേണ്ട എളിയവൻ്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു 50 മുഴ ഉയരമുള്ള തൂക്കുമരം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടുന്ന് മനസ്സലിഞ്ഞ് കരുണ തോന്നി മൊർദെഖായിയെ തൂക്കിലേറ്റുകയും എനിക്ക് പിന്നെയും ഒരു പദവിയും കൂടെ തരണമെന്ന് താഴ്മയോടെ വിനയപൂർവം അപേക്ഷിക്കുന്നു എന്ന് അവിടുത്തെ സ്വന്തം ഹാമാൻ ഒപ്പ് സീല് ഈ ഇത് എന്നിട്ട് അത് നല്ല വൃത്തിയായിട്ട് മടക്കി പുറകെ പിടിച്ചോണ്ട് ഇവനും ഉറക്കമില്ലല്ലോ. രാജാവാകത്ത് ഉറങ്ങാതെ ഡെയിലി ഡയറി വായിച്ചോണ്ടിരിക്കുക. ഇവൻ വെളിയിൽ ഈ അപേക്ഷയായിട്ട് വെളിയിൽ നിൽക്കുക. രണ്ടിനും ഉറക്കമില്ല. എൻ്റെ ചിന്ത ഒരു 4:45 പുള്ളി ഡെയിലി ഡയറി വായിച്ച് തീർന്നേച്ച് അപ്പം അവിടെ ഫ്രീ ആയിട്ട് കിടക്കുക. മൊർദെഖായിക്ക് ഒന്നും ചെയ്യില്ല. പുള്ളി ഉണ്ട് ആരെവിടെ. അപ്പം ബാക്കി എല്ലാവരും കിടന്നുറങ്ങി, ഇവനും ഉറക്കമില്ലാതെ നിൽക്കുക. ആരെവിടെ എന്ന് വെച്ചപ്പോൾ ഇയാൾ ചാടി അകത്ത് കയറി. ഞാനിവിടെ. ഒന്ന് രാജാവ് പറഞ്ഞു, രാജാവ് ബഹുമാനിക്കുന്ന പുരുഷൻ എന്തോ ചെയ്യണം. ഇവൻ തിരുമണ്ടനാ. ഒന്ന് ഇവൻ പറയും അപ്പൊ ഇവന്റെ ഹൃദയത്തിൽ എന്നെ അല്ലാതെ കൊച്ചുവളപ്പാങ്കാലത്ത് ആരെയാ രാജാവ്? ഞാനും ഉറങ്ങായിരിക്കല്ലേ. എന്നെ അല്ലാതെ വെളുപ്പാങ്കാലത്ത് രാജാവാരും. അപ്പം ഇവന് ഉണ്ണ ചിന്ത വന്നാൽ എന്നെ മാനിക്കാണ്. ഉണ്ണ ഇവൻ തിരിച്ചിട്ടായാലും അവിടുത്തെ കയറുന്ന കുതിരപ്പുറത്ത് അവനെ കയറ്റി രാജവസ്ത്രം ധരിപ്പിച്ച് സകല വാദ്യമേളങ്ങളോടെ രാജവീതികളിൽ കൂടെ ഇങ്ങനെ അവനെ ഉലാത്തിക്കൊണ്ട് എഴുന്നള്ളിച്ച് ആദരിച്ച് കൊണ്ടുപോകണം. ഉടനെ രാജാവ് പെട്ടെന്ന് ഈ പറഞ്ഞതൊന്നും കുറയാതെ മൊർദെഖായി 8 മണിയാകുമ്പോൾ ഇവിടെ വരാൻ. പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ മൊർദെഖായി 90 വീട്ടിൽ പോയത്. 90 എന്ന് പറഞ്ഞാൽ മനസ്സിലായടാ എത്ര? 90 മൈൽ സ്പീഡിൽ കൂടെ പുള്ളി പുതുവൈപ്പിൽ കൂടെ. ഇവൻ വിഡ്ഢിയാന്ന് പറയാനുള്ളതിൻ്റെ കാരണം ഇവൻ ഇച്ചിരി വെളിവുള്ളവനാ. ദൈവം ഇവന്റെ വെളിവ് ഒതുക്കി. ആരെവിടെയെന്ന് ചോദിച്ചാൽ ഇവൻ ചാടി ചെന്ന് ആദ്യം ഇത് കൊടുക്കണ്ടേ? അതല്ലേ ചെയ്യണ്ടേ? ആരെവിടെ? അയ്യോ അടിയൻ തിരുമേനി ഇതൊന്ന് വായിക്കാൻ, അതല്ലേ ചെയ്യണ്ടേ? ഇവന്റെ ബുദ്ധിയും ദൈവം മറച്ചു, ഇവന്റെ മാണ്ടയും ദൈവം ഒതുക്കി, ഇവന് കൂത്തി കയറി പിടിച്ചു. ദൈവത്തിന്റെ അവധിയായപ്പോൾ ദൈവം ചെയ്തത് കണ്ടോ? സ്തോത്രം. നീ ദൈവത്തിന്റെ ടൈമിനായി കാത്തിരിക്കണം. കാത്തിരുന്നാൽ ലജ്ജിച്ചു പോകത്തില്ല. ആ ടൈം ആയപ്പോൾ ദൈവം അങ്ങ് നിവർത്തിച്ചു. ദൈവത്തിന് മഹത്വം. അങ്ങനെ സാറ അബ്രഹാമിന് ഇസഹാക്കിനെ പ്രസവിച്ചു. നാം ഇങ്ങനെ വായിക്കുന്ന 8-ാമത്തെ വാക്യത്തിൽ പൈതൽ വളർന്ന് മുലകുടി മാറിയപ്പോൾ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. അങ്ങനല്ലേ 21:8 അല്ലേ? പൈതൽ വളർന്ന് മുലകുടി മാറി. മുലകുടി മാറി. ഇസഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. വലിയ വിരുന്ന് കഴിച്ചു. സ്തോത്രം. ഈ വലിയ വിരുന്നിനകത്തൊരു സംഭവം ഉണ്ട്. വിരുന്ന് കഴിച്ചു. അടുത്തത് മിസ്രൈമിലെ ദാസിയാകുന്ന ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ ഇശ്മായേല് പരിഹാസി എന്ന സാറ കണ്ടു. അപ്പൊ ഇശ്മായേല് പരിഹാസിയാണ്, സാറ കൊച്ചമ്മ കണ്ടു. കൊച്ചമ്മയായത് മിക്കതും കാണുന്നത്. സാറ പരിഹാസിയാന്ന് കണ്ട് ഇശ്മായേല്. ഈ പരിഹാസി ആരായി? വേദപുസ്തകത്തിന്റെ ഭാഷയിലായിരിക്കുന്നത്. ആരായി പരിഹാസി? പരിഹാസിയുടെ പ്രകൃതി ഓരോരുത്തർക്ക് ഓരോ സ്വഭാവം ഉണ്ടല്ലോ. പരിഹാസി പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് നിഗളവും ഗർവവും ഉള്ളവനാ പരിഹാസി. ആരാ? നിഗളോ? അവന്റെ പേരാണ് പരിഹാസി.
നമ്മൾ പറഞ്ഞ ശ്രേഷ്ഠദാസനാണ്, ചുമ്മാതാ. ചിലക്കങ്ങ് നീളമുണ്ടല്ലോ, എന്തെങ്കിലും ആയി കഴിയുമ്പോൾ ഏതാണ്ടൊക്കെ ആയെന്നൊരു പരിഹാസിയാ. നമ്മൾ ഓർക്കുന്നത് ഈ മിമിക്രി നടത്തുന്നവരാണോ പരിഹാസിന്ന്? അല്ല. അവര് എന്തുവാ അതിന് പറയുന്നത്? അനുകരണം. അത് പരിഹാസിയല്ല, അതൊരു കലയാ. അനുകരണം എന്നുള്ളത് കലയാ. ഒരു കലയില്ലാത്ത നീ ഉടനെ കയറി കൊമ്പ് കോർക്കുന്നത്. അനുകരണം ഒരു കലയാ, അതെല്ലാവരെയും കൊണ്ടും ഒക്കത്തില്ല. പക്ഷെ അതല്ല പരിഹാസി. ചിലക്ക് തെറ്റിദ്ധാരണയാ. ഒരാൾ എന്നെ അനുകരിച്ച് ഉടനെ പറയും ആ പുള്ളി പരിഹാസിയാ. കേട്ടോ, പരിഹാസിയല്ല, അനുകരണമാണ്. പരിഹാസി ആരാ? നീളവും വാക്യം വായിച്ച് വചനത്തിൽ നിന്നാകുമ്പോൾ പിന്നെ എൻ്റെ കൊങ്ങായി കയറി പിടിക്കാൻ വരികയല്ലോ. സദൃശവാക്യം 21 അധ്യായത്തിന്റെ 24 വാക്യം വായിച്ചേ. സദൃശവാക്യം വായിക്കൂടെ? 21-24 എടുത്തെങ്കിൽ വായി. നിഗളവും ഗർവവും ഉള്ളവൻ അതാ പരിഹാസി. നിഗളവും ഗർവവും. ചിലക്ക് ഈ ആത്മീക നകളമുണ്ട്. ആത്മീക നകളം. എനിക്കെല്ലാം തികഞ്ഞു, ഞങ്ങളാണ് നമ്പർ 1 വിശുദ്ധന്മാർ, ഞങ്ങളെ വെല്ലാൻ വേറെ വിശുദ്ധന്മാര് ഇല്ല. പരിഹാസിയാ. ഈ ആത്മീയ നകളമുള്ള ആൾക്കാരുണ്ട്. ഞങ്ങൾക്കെല്ലാം അറിയാം, എനിക്ക് വചനം മുഴുവൻ അറിയാം, എന്നെ പോലെ വചനം അറിയാവുന്നവര് വേൾഡിൽ ഇല്ല. അതാ പരിഹാസിയാ, നികളം. പിന്നെ ഗർവം. ഗർവമുള്ളതുകൊണ്ടുണ്ട്. ഒന്ന് വിധേയപ്പെടാനോ താഴ്മയോട് വിനയത്തോടെ മറ്റുള്ളവരോട് സംസാരിക്കോ ഒന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഭയങ്കര ഗർവികളാ. അവര് വലിയ കുടുംബത്തിലെയാണ്, ഭയങ്കര സ്ഥാനമാനങ്ങളുണ്ട്, എല്ലാവരും അവരുടെ അടുക്ക ചെന്ന് കുമ്പിടണം. ഇവരുടെ പേരാ പരിഹാസി. നികളവും. ഇശ്മയേൽ അതായിരുന്നു, നികളവും ഗർവവും. അങ്ങനെയുള്ളവരെ മനുഷ്യർക്ക് വെറുപ്പാന്ന പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. മനുഷ്യർക്ക് വെറുപ്പ്. ഞാൻ ആ റബറിന്റെ സംഘം അവരെ ഗർവിയെ മനുഷ്യർക്ക് വെറുപ്പാന്നൊരു വാക്യമുണ്ട്. എനിക്കൊന്നത് 24 അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചേ. മോനെ, എൻ്റെ കണ്ണാടി അവിടെ കണ്ടിരിപ്പുണ്ട്. ഇങ്ങോട്ടോ 24 അധ്യായത്തിൽ കിടപ്പുണ്ട്. മനുഷ്യർക്ക് വെറുപ്പാണെന്ന്. ആ സദൃശവാക്യം 24:9 ഒന്ന് വായിച്ചേ. ഭോഷന്റെ നിരൂപണം പാപം തന്നെ. പരിഹാസി മനുഷ്യർക്ക് വെറുപ്പാകുന്നു. പരിഹാസി മനുഷ്യർക്ക് വെറുപ്പാ എന്ന് പറഞ്ഞ നികളവും ഗർഭവും ഉള്ളവന് മനുഷ്യർക്ക് വെറുപ്പാ. പിന്നെ ആരും കയറി ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളു. ഉള്ളിന്റെ ഉള്ളിൽ മനുഷ്യർക്ക് ഇഷ്ടപ്പെടുകയല്ല. മനസ്സിലാകുന്നുണ്ടോ? നികളവും ഗർഭവും ഉള്ളവനെ പരിഹാസി മനുഷ്യർക്ക് വെറുപ്പാ. അതുകൊണ്ട് എത്രത്തോളം താഴ്മയോടും വിനയത്തോടും ഇടപെടാമോ അത്രത്തോളം നിനക്ക് ബഹുമാനം കിട്ടും. ആത്മീക ലോകത്തും അങ്ങനുണ്ട്, നികളവും ഗർഭവും ഉള്ളവരുണ്ട്. ചില ആൾക്കാർക്ക് ആത്മീയത്തിലങ്ങ് നികളം കയറും. അവർക്ക് വചനമെല്ലാം അറിയാം, പാട്ട് മൊത്തം അറിയാം, പ്രസംഗിക്കാൻ നന്നായിട്ട് അറിയാം, നല്ല കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്, കാണാൻ നല്ല ഫിഗറാണ്, ആത്മീക പാരമ്പര്യം ഉണ്ട്. സ്തോത്രം. തോമാസിലേക്ക് 52 കൊടുങ്ങല്ലൂർ വന്നു. അന്ന് മുതൽ ഞങ്ങൾ ഈ മാർഗത്തിൽ വന്നതാണ്. ഞങ്ങൾ ബ്രാഹ്മിൺസ് ആയിരുന്നു. ഏതാ ചുമ്മാ ഈ ഊളത്തരവെല്ലാം പറഞ്ഞ് ഇവന് വട്ടനെയെല്ലാം കൂടെ എന്നാ ചെയ്യണമെന്ന്. ഞങ്ങൾ ബ്രാഹ്മിൺസ് ആയിരുന്നു. അങ്ങനെ തോമാസിലേക്ക് കൊടുങ്ങല്ലൂർ വന്നിങ്ങനെ വെള്ളം എടുത്ത് മേളിലോട്ട് ഇട്ടപ്പോൾ ഒരു നമ്പൂതിരി അതിലെ നമ്പൂതിരി സൂര്യ നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം തോമാച്ചൻ അതിലെ പോയി
അപ്പോൾ ഇങ്ങനെ വെള്ളമെടുത്ത് സൂര്യ നമസ്കാരം ചെയ്തുകൊണ്ടിരുന്നപ്പം തോമാച്ചൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ മേളിലോട്ട് ഒഴുകുന്ന വെള്ളം താഴെ വരുന്നു, എന്നാൽ ഞാനിങ്ങനെ മേളിലോട്ട് പോകുന്ന വെള്ളം മേളിൽ തന്നെ ഇങ്ങനെ, ഈ മുതുവട്ടനല്ല അതിനകത്തിൻ്റെ വട്ടാന്ന്. അത് ലൈവ് കൊടുക്കണം. വട്ടൻ അവൻ പൂർണ്ണ വട്ടന്മാരാ. സ്തോത്രം. അങ്ങനെ തോമാച്ചൻ താടി വെള്ളത്തിലിറങ്ങി വെള്ളം എടുത്തിങ്ങനെ, അന്നേരം വെള്ളമല്ല ഇങ്ങനെ അങ്ങനെ ഈ നമ്പൂതിരി വിശ്വസിച്ചു. അങ്ങനെ ആ നമ്പൂതിരിയുടെ കൂടെ ഒരു 4 ബ്രാഹ്മണ കുടുംബം, കള്ളി, കാളികാവ്, ശങ്കരപുരി, പകലോ മറ്റും, അവർ പിന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് നേരെ കുറവലങ്ങാട്ട് അടിച്ചു. കുറവലങ്ങാട് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്പൂതിരിയാണോ ഏതാണെന്ന്. കുറവലങ്ങാട് അപ്പൊ തന്നെ മനസ്സിലായല്ലോ നമ്പൂതിരിയാണോ ഏതാണെന്ന്. എന്തോ കുറവലങ്ങാട് പേര് കേട്ടല്ലോ. നമ്പൂതിരിയാണോ വേറെ എന്തോ അന്ന് നിങ്ങൾ കേൾവിക്കാർ ചിന്തിക്കണം. കുറവലങ്ങാട് മനസ്സിലായല്ലോ. നമ്പൂതിരിയാണോ കയറി പറയരുത്. കുറവലങ്ങാട് പിരിച്ചെടുത്തിക്കേ. കുറവലങ്ങാട് പിരിച്ചെടുത്താൻ ശിവപാസ പിരിച്ചെടുത്തിക്കേ. ഞാനങ്ങ് പിരിച്ചെടുത്താ. കുറവൻ അധികം ബലങ്ങിയവരുടെ നാട് കുറവലങ്ങാട്. ഇപ്പൊ അത്ര പറയുന്നുള്ളൂ. എന്തിനാ ഒത്തിരി പറയാന്ന്? ചുമ്മാ അങ്ങ് കള്ളപ്പാരമ്പര്യം ഉണ്ടാക്കുക. ഉടനെ അവിടെ ഇപ്പൊ പിന്നെ അർക്കാദികന്മാർ നിങ്ങൾ കേട്ടിട്ടില്ലേ? ചുമ്മാ കള്ളപ്പാരമ്പര്യം. തോമാച്ചൻ ഇവിടെ 52 വന്നിട്ടുമില്ല. അഥവാ ഇനി 52 വന്നാൽ 52 ഇവിടെ ബ്രാഹ്മണരാരും ഇല്ലതാനും. അന്ന് ആദ്യ ദ്രാവിഡ സംസ്കാരമാണ് 1-ാം നൂറ്റാണ്ടിൽ. പിന്നെ 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടിൽ ബുദ്ധ ജൈന സംസ്കാരം. പിന്നെ തലയ്ക്ക് ആളതാമസമുള്ളവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും 8-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ആര്യന്മാർ അവിടെ നിന്ന് ഇങ്ങോട്ട് കുടിയേറി വന്നേ. അത് 8-ാം നൂറ്റാണ്ടിന് ശേഷം. പിന്നെ പുരാണ കഥയിലൊരു സംഭവം കിടപ്പുണ്ട്. അത് പുരാണ കഥയാണ്. ക്ഷത്രിയരെല്ലാം കൊന്നു മുടുക്കിയപ്പോൾ പരശുരാമൻ ഒരു 32 ബ്രാഹ്മണ കുടുംബത്തെ കൊണ്ടുവന്നാണ്. അത് പുരാണ കഥ. അതിനകത്ത് തന്നെ പല അപാകതകളുണ്ട്. അതിപ്പോ പറയുന്നില്ല. സ്തോത്രം. ഒരു ദൈവഭക്തന് വല്ലതും പ്രശംസിപ്പാനുണ്ടെ കാൽവറി ക്രൂശില. ജ്ഞാന തന്റെ ജ്ഞാനത്തിലും ധനവാൻ തന്റെ ധനത്തിലും ബലവാൻ തന്റെ ബലത്തിലും പ്രശംസിക്കുന്നതിന് യഹോവയിൽ പ്രശംസിക്കണം. സ്തോത്രം. അപ്പൊ ഈ ഗർവം നിങ്ങളോ ഭയങ്കര നിങ്ങളോ ഞങ്ങളാണ് ഇതിന്റെ അവരുടെ പേരാ പരിഹാസി. ഗർവവും നിങ്ങളോ ഉള്ളവൻ. അപ്പൊ സാറ കണ്ടു ഇവൻ പരിഹാസിയാണെന്ന്. അങ്ങനെ അബ്രഹാമിനോട് പറഞ്ഞു. അങ്ങനെ അബ്രഹാം ഹാഗറിനെയും പൈതലിനെയും വീട്ടിൽ നിന്ന് പുറത്ത് വിടുക. അതാ ഉൽപ്പത്തി 21. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റെന്നാ. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ച് കുട്ടി ഇശ്മയേലിനെയും കൊടുത്ത് അവളെ പറഞ്ഞു വെച്ചു. നാം ഇങ്ങനെ വായിക്കുന്നു, അവൾ പുറപ്പെട്ടു പോയി ബേർഷേബ മരുഭൂമിയിൽ ഉടന്നു നടക്കുക. അബ്രഹാമിന്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ച ഹാഗർ ഇപ്പൊ തന്റെ ബേർഷേബ മരുഭൂമിയിൽ കൂടി അലഞ്ഞു കൂടുന്നത്. തന്റെ ആകെ പ്രതീക്ഷ ഈ പൈതലായി ഇശ്മയേല്. ആ ഭാഗം നിങ്ങൾ പഠിച്ചറിയാം. അബ്രഹാം കൊടുത്ത വെള്ളം തീർന്നു, അപ്പക്കഷണങ്ങളും തീർന്നു, വെള്ളവും അപ്പവും ഇല്ല എന്ന് പറഞ്ഞ ഉപജീവനത്തിന്റെ വഴി അങ്ങ് അടഞ്ഞു. ഉപജീവന മാർഗം അങ്ങ് അടഞ്ഞു. ഇനി ആകെ പ്രതീക്ഷ ഈ ഇശ്മയേല് തലമുറ മാത്രമാണ്. മരുഭൂമി യാത്രയല്ലേ, ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ, ചൂടേറിയ പല ബുദ്ധിമുട്ടുകളാണ്, ചൂടേറിയ അനുഭവങ്ങളാണ് മരുഭൂമി. വേറൊരു ഭാഗത്ത് വായിക്കുന്ന മരുഭൂമി എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായ യാത്രയല്ല.
മരുഭൂമിപ്പെട്ടി തേക്കുന്ന അഗ്നിസർപ്പവും തേളുമുള്ള സ്ഥലം വന്ന അഗ്നിസർപ്പവും പിന്നെ ഭയങ്കര മരുഭൂമി എന്ന പുസ്തകത്തില് നിങ്ങൾ കണ്ട ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 14 തോന്നുന്നു. ഒന്ന് വായിച്ചേ ശുഭാസ്റ്റേ, എടുത്തവരൊന്ന് വായിച്ചേ. അവിടെ ഒരു പ്രയോഗമുണ്ട്, വായിച്ചേ. ആ ആ അത് എത്രാം വാക്യമാ? പറ്റിയില്ല, 14-ാം വാക്യം. ഒന്നുകൂടെ ഉറക്കമായിരുന്നു. നിന്റെ ഹൃദയം നിഗളിക്കാ, ഇസ്രായേലിനോട് പറയാ, ഇസ്രായേലെ നിന്റെ ഹൃദയം നിഗളിക്കാതിരിക്കാനും ആ ആ അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയും ആ വലിയതും ഇതാ മരുഭൂമി, വലിയതും ഭയങ്കരവും വെള്ളമില്ലാത്ത വരൾച്ച നിറഞ്ഞ അഗ്നിസർപ്പവും തേളുമുള്ള സ്ഥലം. സ്തോത്രം. ഇങ്ങനെ ബേർശേബ മരുഭൂമിയിൽ ഹാഗറും പൈതലും അലഞ്ഞു ഉടന്ന് നടക്കുക. അഗ്നിസർപ്പമുണ്ട്, തേളുണ്ട്, വരൾച്ചയാണ്, വെള്ളമില്ല, വല്ലാത്ത സ്ഥലം. അബ്രഹാം കൊടുത്ത വെള്ളവും തീർന്നു, അപ്പക്കഷണവും തീർന്നു. സ്തോത്രം. തൻ്റെ ആകെ പ്രതീക്ഷ തലമുറ ഇശ്മയേല. അല്പം കഴിഞ്ഞപ്പോൾ വെള്ളമില്ലാതെ വരൾച്ച കൂടിയത് കൊണ്ട് ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ, ചൂടേറിയ ഉഷ്ണക്കാറ്റുകളുമൊക്കെ. അപ്പോൾ അല്പം കഴിഞ്ഞ് ഈ കുഞ്ഞ് മരണവപ്രാളം കാണിക്കുന്നു. ഇശ്മായേൽ, ഹാഗാറിനെ പിടികിട്ടി ഇശ്മായേൽ മരിക്കാൻ പോവുക. അയ്യോ, തൻ്റെ ആകെ പ്രതീക്ഷ കുഞ്ഞ് മരിക്കാൻ പോവുക. നാം ഇങ്ങനെ വായിക്കുന്നു, കുട്ടി മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ കുട്ടിയെ ഒരമ്പിമ്പാട് ദൂരത്ത് കുറുങ്കാട്ടിൽ മാറ്റിക്കിട്ട് ഹാഗാർ മരുഭൂമിയിൽ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. മരുഭൂമിയിൽ കരയുന്ന ഒരു മാതാവ്, മരുഭൂമിയിൽ കരയുന്ന ഒരു പെറ്റതള്ള, അല്ലെങ്കിൽ മരുഭൂമിയിൽ കരയുന്ന ഒരു സഹോദരി. നമ്മൾ ചിന്തിച്ചു വരുന്നത് മരുഭൂമിയുടെ അനുഭവങ്ങൾ, മരുഭൂമിയിൽ എന്തോ ഉണ്ടെന്ന്. മരുഭൂമിയിൽ ഹാഗാർ നിലവിളിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. തന്റെ പ്രതീക്ഷ കുഞ്ഞു മരിക്കാൻ പോവുക. ഈ സന്ദർഭത്തിൽ ദൈവം ചെയ്തതാണ് 19-ാം വാക്യം. വായിച്ചേ 19. ഈ കരച്ചിലിന്റെ നിലവിളിയുടെ നടുവിൽ ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവളൊരു നീരുറവ് കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ഈ സന്ധ്യയിൽ എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ള സന്ദേശം ഇതാ: മരുഭൂമിയിലെ അനുഭവത്തിൽ ഇന്ന് രാത്രി ചിന്തിച്ചോണ്, എന്തോ ഉണ്ടെന്ന് ചിന്തിച്ചാൽ, ഒന്ന് കരയുന്ന, നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഭാരപ്പെടുന്ന ദൈവമക്കളോട് പറയാ, ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതലുകളുണ്ട്. അവക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരു നീരുറവ തുറന്നു. ദൈവത്തിന്റെ കരുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവിനെ സേവിക്കുവാൻ മരുഭൂമിയിൽ തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടുവരുന്ന ദൈവസഭയോട് ഈ സന്ധ്യയിൽ പറയാനുള്ള ദൂത്, ഇവിടെ ദൈവത്തിന്റെ കരുതലുണ്ട്. നിനക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാൻ, നിന്റെ ഭാവിക്ക് വേണ്ടി കരുതുവാൻ, ശുശ്രൂഷകൾക്ക് വേണ്ടി കരുതുവാൻ, ശുശ്രൂഷകർക്ക് വേണ്ടി കരുതുവാൻ അവൻ ദൈവത്തിന്റെ കരുതലുണ്ടെന്ന്. സകലതും കരുതി ഒരുക്കി വെച്ചേച്ചാ ദൈവം നിന്നെ വിളിച്ചിറക്കിയത്. ദൈവത്തിന്റെ പരിപാടിയാണ്. സകലതും കരുതി ഒരുക്കി വെച്ചാ നമ്മളെ വിളിച്ചിറക്കി. ദൃഷ്ടാന്തമായിട്ട് ഞാൻ പറയാറുണ്ട്, 5 ദിവസം കൊണ്ട് ഈ കാണുന്ന മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. 5 ദിവസം കൊണ്ട് ഈ കാണുന്ന സകല പൂജര കേജര വസ്തുക്കളെ, ഈ സകലത്തെ 5 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ചു. എന്നിട്ട് 6-ാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. 5 ദിവസം കൊണ്ട് പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും ഭൂമിയിലുള്ളതും വെള്ളത്തിലുള്ളതും ആകാശത്ത് പറക്കുന്നത് എന്ന് വേണം മുഴുവൻ സൃഷ്ടിച്ചു. എല്ലാം നല്ലത്, മുഴുവൻ നല്ലത് എല്ലാം സൃഷ്ടിച്ചു. സ്തോത്രം. എന്തുവാ സൃഷ്ടിക്കാത്ത? മുഴുവൻ ദൈവം എല്ലാം. ഏദൻ തോട്ടത്തെ പറ്റിയൊക്കെ വിവരിക്കേണ്ടതാണ്. വണ്ടുകൾ അങ്ങുമിങ്ങഞ്ചങ്കാരം ചെയ്തുകൊണ്ട് തണ്ടാരിന്മതുകൊണ്ട് മുരണ്ട് നടക്കുന്നു വണ്ടാരം കോഴിയോടും കൊക്കുകൾ ഇരണ്ടകൾ ഇണ്ടലെന്നിയേതെണ്ടി തിന്നുന്ന തീൻപട്ടകൾ പക്ഷികൾ ഉച്ചസ്ഥരം വൃക്ഷശാഖയിലിരുന്ന് അക്ഷീണ ഉദാരമാഗീതികൾ ഉയർക്കുന്നു. തോട്ടത്തെ നനയ്ക്കുവാൻ നദിയൊന്നുണ്ടായി ഏതൻ നാട്ടിൽ നിന്ന് 4 ശാഖയായിട്ടൊടുങ്ങി. 1-ാമത്തത് പീശോൻ. ഇതെല്ലാം ദൈവം എല്ലാം നന്നായിട്ട് സൃഷ്ടിച്ചു മുഴുവൻ.
അപ്പൊ ഈ 5 ദിവസം കൊണ്ട് സകല ഭൂചര ഖേചര വസ്തുക്കളെ ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിന്റെ കരുതല. 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മണ്ണുകൊണ്ട് നടന്നു. തൻ്റെ സൃഷ്ടിയുടെ മണിമകുടമായിരുന്ന മനുഷ്യൻ ആദമിനെ ദൈവം സൃഷ്ടിച്ച് ആദമിനോട് ദൈവം പറയാതെ, ഇതെല്ലാം നിനക്കുള്ളതാണ്, അടക്കി ഭരിച്ചോണം, സകലത്തെ വാഴണം. ആദമിനെ അവയ്ക്കും കൊടുത്ത കൽപ്പനയാ. സ്തോത്രം. അതിമുതൽ കൺപേത്തോ നരകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോ. അതിമുതൽ കൺപേത്തോ നരകുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോ. മനിടം വകന്നരുൾ ചെയ്ത നിധി വരം 4 മുരച്ചാൻ പെറ്റു പരുകി മനിടം വകന്നരുൾ ചെയ്ത ആദമാദികൾക്കു മന്നു വാദമേകിയോരു ദേവ. ആദമാദികൾക്കു മന്നു വാദമേകിയോരു ദേവ. ആദമാദികൾക്കു നീതി പരിപാലിച്ചു നാഥനെന്നു നമിക്കയ. നീതി പരിപാലിച്ചു നാഥനെന്നു നമിക്കയ. ഇനി മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ.